ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്, ഞാനില്ലേ ഒരു കിടിലൻ പൊളപ്പാച്ചി ഹെഡ്സെറ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കിടില സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് റിവ്യൂവും ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളുടെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോട്ട് വരാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് ഹെഡ്സെറ്റ് അല്ല, പെട്ടെന്ന് ആക്രാന്തത്തിൽ തെറ്റിപ്പോയതാണ്. ഇയർബഡ്സ് ആണ് സുഹൃത്തുക്കളെ, ഇയർബഡ്സ്. ആ ബ്രാൻഡിന്റെ പേരാണ് സ്കൾ കാൻഡി മെത്തേഡ് 360 ANC. അതാണ് ഇതിന്റെ ബ്രാൻഡിന്റെ നെയിം. ഓക്കെ, അപ്പൊ ഈ സാധനം ഞാൻ കണ്ടപ്പോഴില്ലേ, എന്റെ പൊന്നോ, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കേട്ടാ നിങ്ങൾ നെട്ടി പൊളങ്ങിതരി. അപ്പൊ ഒട്ടു സമയങ്ങളുടെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലോട് കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് എന്ന് പറഞ്ഞാൽ ഈ സ്കൾ കാൻഡി എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇത് റിലീസ് ചെയ്തേക്കണം. അതാണ് സ്കൾ കാൻഡി മെത്തേഡ് 360 ANC എന്നൊക്കെ കൊടുത്തേക്കണത്. ഇതിന് ഫീച്ചറിലോട് നടക്കട്ടെ. ഓക്കെ, ഒട്ടും നമുക്ക് സമയം കളയാൻ പറ്റില്ല. നമ്മളെ പടേ അങ്ങനെ പറയും ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, ഇതെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഒരു നോർമൽ ഹെഡ്സെറ്റ് അല്ല. ഇതിന് ഫീച്ചേഴ്സ് വരെ ഇങ്ങനെ ഇട്ടും. അതാണ് ഓക്കെ. എന്ന് വെച്ചാൽ ഇത് ഒരു വയർലെസ് ഇയർബഡ്സ് ആണ്. വയർലെസ് എന്ന് വെച്ചാൽ കേബിൾസ് ഒന്നും പോകാത്ത ഒരു വയർലെസ് ഇയർബഡ്സ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞില്ലേ ഗൈസ്, അഡ്ജസ്റ്റബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ചെവിയുടെ ടൈപ്പിൽ തന്നെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനൊരു ഗുണമുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. കമ്പനി താങ്ക് യു ഫോർ മൈസെൽഫ്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി തന്നെ, അഡ്ജസ്റ്റബിൾ ആണ് ഗൈസ്. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി ലൈഫ് ഒന്നുമില്ല ഗൈസ്, 40 മണിക്കൂറാണ് ഗൈസ്. എന്ന് വെച്ചാൽ 40 മണിക്കൂർ നമുക്ക് ഇതിന്റെ ചാർജ് നിന്നോളും. അതാണ് ഇതിന്റെ ബാറ്ററി ലൈഫ് തന്നെ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം 40 മണിക്കൂറൊക്കെ ഒരു ഇയർബഡ്സ് നിൽക്കാന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല, വലിയ കാര്യങ്ങളാണ്. ടോപ്പ് ലെവൽ. ഓക്കെ ഗൈസ്, അതാണ്. പിന്നെ ഗൈസ്, ഇതിന് വേറെ ഗുണമെന്ന് അറിയോ ഗൈസ്, ഇതിന്റെ വന്നേക്കെന്ന് പറഞ്ഞാൽ IP-X4 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. IP-X4 സ്വെറ്റ് ആൻഡ് എന്റെ തുപ്പ് ചേർച്ചിപ്പ് ഇവിടെ. IP-X4 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങളിപ്പോൾ ജിമ്മിലൊക്കെ ഇത് വെച്ചോണ്ടാണെങ്കിൽ ഇല്ലേ, നമ്മൾ വേർക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ചെവിയിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ വീണാലും ഇല്ലേ ഒന്നും പറ്റൂല, കേടാവൂല. അതാണ് സ്വെറ്റും. പിന്നെ വെള്ളം കൊണ്ടായിരുന്നു ഒന്നും പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് കിടിയ സാധനമാണ്. അതാണ് IP-X4 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് കമ്പനി പറയണത്. ഓക്കെ, പിന്നെ ഇല്ലേ ഈ ബ്രാൻഡിനില്ലേ ഇതിന് സൗണ്ട് കൊടുത്തേക്കണ ഏത് കമ്പനിയാണെന്ന് അറിയോ? നിങ്ങൾക്കൊക്കെ അറിയണ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരാണ് ബോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിനിങ്ങനെ സൗണ്ട് ഇതൊക്കെ കൊടുത്തേക്കണത്. ഓക്കെ, മനസ്സിലായല്ല? അപ്പൊ പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് നമ്മൾ ഇവിടെ ചെവിയിൽ വെച്ചല്ലേ നമുക്ക് അതിനെ ടച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ബാക്ക് ഇങ്ങനെ ടച്ച് ചെയ്തില്ലേ, ഒരു ടച്ചിലില്ലേ ഗൈസ്, ഒരു ടച്ചിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാനും പറ്റും, കോളും തന്നെ എനിക്ക് കോൾ എടുക്കാനും പറ്റും. അതാണ് ഒരു ടച്ചിൽ. 2 ടച്ച് എന്ന് പറയുമ്പോൾ ഇല്ലേ ഗൈസ്, ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മൂഡ് ഉണ്ട്. നമുക്കത് ഓൺ ആക്കാൻ പറ്റും. 2 ടച്ചിൽ കൂടി നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മൂഡ് ഓൺ ആക്കാൻ പറ്റും. പിന്നെ ഗൈസ്, പിന്നെ 3 പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്യണമെങ്കിൽ ഇല്ലേ ഗൈസ്, നമുക്ക് ഇപ്പോൾ കോൾ വേണമെങ്കിൽ കോള് ഡിക്ലൈൻ ചെയ്ത് കളയാൻ പറ്റും. വീഡിയോ വേണമെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ച് കളയാൻ പറ്റും. പിന്നെ 3 ടച്ച് ചെയ്ത് പിന്നെ നമുക്ക് നേരെ സ്പോട്ടിഫൈയിലോട്ട് നേരെ ആക്സസും കിട്ടും. നേരെ സ്പോട്ടിഫൈയിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. സ്പോട്ടിഫൈ ആയിട്ട് കണക്ട് ചെയ്ത് പിന്നെ എന്ന് വെച്ചാൽ ഇതൊന്നും ഗുണമെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയോ? എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഹെഡ്സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ പെട്ടീൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുക്കണം. പിന്നെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് കുത്തിയിട്ട് നമ്മുടെ ആ പേര് കാണുമ്പോൾ നമ്മൾ നെറ്റിയിട്ട് കണക്ട് ചെയ്യണം. പക്ഷെ ഇതിന് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇതെങ്ങനെയാണെന്ന് അറിയും, നമ്മളെ ആ പെട്ടിന്നില്ലേ, നമ്മൾ ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ തന്നെ ഇല്ലേ ഗൈസ്, ഫോൺ ഇതായിട്ട് കണക്ട് ആയിക്കോളും. നമ്മുടെ ഫോണായിട്ട് സാധനം കണക്ട് ആയിക്കോളും. തന്നെ ബ്ലൂടൂത്ത് ഓണായിട്ട് തന്നെ കണക്ട് ആയിക്കോളും. അപ്പം അത് ഓണാവും. നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ സാധനം ഓണാവും, നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ അത് ഓഫ് ആവും. അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ ഫോണിൽ ടച്ച് ചെയ്ത് ബ്ലൂടൂത്ത് ഓണാക്കി അതിൻ്റെ പേര് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എടുക്കുമ്പോൾ തന്നെ ഓൺ ആയിക്കോളും. പിന്നെ ഇതിൻ്റെ പെട്ടി എന്ന് പറഞ്ഞില്ലേ ഗൈസ്, ചാർജ് പെട്ടി എന്ന് വെച്ചാൽ 9 മണിക്കൂർ ഈ പെട്ടിക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. 9 ഹവേഴ്സ് 10 മിനിറ്റിനുള്ളിൽ തന്നെ 9 മണിക്കൂർ ഇതിൽ ചാർജ് നിൽക്കും. അത് വളരെ നല്ലൊരു കാര്യമുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 40 മണിക്കൂറാണല്ല. ഈ 40 മണിക്കൂർ കഴിഞ്ഞാൽ ചാർജ് തീർന്നെന്ന് വിചാരിച്ചു, നമുക്ക് ഇതിലിട്ട് നമുക്ക് 9 മണിക്കൂർ കൂടി എക്സ്ട്രാ ചാർജിങ് കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു.
അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ 9 മണിക്കൂറും കൂടെ എക്സ്ട്രാ കിട്ടണമെന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പ്രീമിയം ഫിനിഷ്ഡ് ക്വാളിറ്റി തന്നെ സാധനങ്ങളൊക്കെ വെച്ചാൽ ഒരു പ്രീമിയം ഫീൽ എന്ന് വെച്ചാൽ നല്ല വില കൂടി സാധനമൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ കിട്ടില്ലേ. ഇപ്പോൾ ഐഫോൺ 17 Pro Max ഒക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടില്ല, നല്ല വില കൂടി സാധനമൊക്കെ പിടിക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു വില കൂടിയ സാധനം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 31,000 ആണെന്ന് തോന്നുന്നത്. അല്ല സോറി തെറ്റിപ്പോയതാണ്, വളരെ സോറി. 13,000 രൂപയാണ് ഗൈസ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 13,000. ഓക്കെ 30 അല്ല 13. ഓക്കെ അതാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ. നല്ല കിടില സാധനമാണ്. കിടിലൻ എന്ന് വെച്ചാൽ അതിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ കിടില സാധനമാണ് ഗൈസ്. ഇത്ര ഉള്ളൊരു ബോക്സിലാണ് എൻ്റെ പെട്ടി വന്നതെന്ന് പറഞ്ഞാൽ. ആ പെട്ടി എന്ന് പറഞ്ഞാൽ കിടില സാധനം. അതിന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനം. എന്നിട്ട് അതിൻ്റെ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ടച്ചിങ് വർക്കുള്ളൂ. പിന്നെ നോയിസ് ക്യാൻസലേഷൻ പറഞ്ഞാൽ ഒരു തുള്ളി ചില്ലറ ശബ്ദം പോലും നിങ്ങളുടെ ചെവിയിൽ ഉള്ളോട്ട് പോലും അത് ആ നോയിസ് ക്യാൻസൽ ഓൺ ആക്കിയാൽ. പിന്നെ നല്ല സൗകര്യമായിട്ട് നിങ്ങൾക്ക് പാട്ടുകൾ ജിങ്ക ചിക്ക 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 എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ച് നടക്കാം. അത്രയ്ക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസൽ ചെയ്യാം. പാട്ടിൻ്റെ ഫ്ലോ തന്നെ നിങ്ങൾ മൂടായിക്കോളും ഇങ്ങനെ. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. കിടില സാധനമാണ് സ്കൾ ക്യാൻഡി മെത്തേഡ് 360 ANC. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. കിടില സാധനമാണ്. 10,000 രൂപേൻ്റെ വില വന്നുള്ളത്. നല്ല കിടില ഹെഡ്സെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ദ വെബ്സൈറ്റ്. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ നല്ല നല്ല ടെക് വീഡിയോസാണ് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.